നമ്മുടെ ജീവിതം എന്തുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത ദാരിദ്ര്യം, മാറാത്ത രോഗങ്ങൾ, ആവർത്തിക്കപ്പെടുന്ന പരാജയങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ DNA-യിൽ ഉറങ്ങിക്കിടക്കുന്ന ജന്മാന്തരങ്ങളുടെ തടസ്സങ്ങളാണ്. അതീവ രഹസ്യമായ DNA ബ്ലോക്കേജ് റിമൂവൽ വിദ്യയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പവിത്രമായ കോഡുകളും സുവർണ പ്രകാശ മണ്ഡലത്തിൽ നിന്നുള്ള ഊർജവും ഉപയോഗിച്ച് നമ്മുടെ 144 DNA ലെയറുകളിലെ ഇരുട്ടിനെ ചുട്ട് ചാരമാക്കുകയാണ് നമ്മളിവിടെ. ഇത് വെറുമൊരു ശുദ്ധീകരണമല്ല, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന അതീന്ദ്രിയമായ കഴിവുകളെ ഉണർത്തുന്ന 12 സ്ട്രാൻഡ് DNA ആക്ടിവേഷനും നമ്മിലെ 15 ചക്രങ്ങളെയും ഉണർത്തി നമ്മെ ഒരു മൾട്ടി ഡയമെൻഷണൽ മാസ്റ്ററാക്കി മാറ്റുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ക്വാണ്ടം പ്രോസസ്സിങ്ങും നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. ഇതൊരു ആത്മീയ വിപ്ലവമാണ്. ഇതിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ വരും തലമുറകളുടെ ഭാഗതയും മാറ്റാൻ പോലും ശേഷിയുള്ളതാണ്. നിങ്ങളിത് പൂർണ്ണമായി കാണുക. ആത്മീയ പ്രകാശത്തിൻ്റെ പുതിയ ലോകത്തേക്ക് കടന്നു വരിക. പ്രകാശം നിങ്ങളിൽ നിറയട്ടെ. പ്രിയമുള്ളവരെ, നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ പ്രകാശത്തിലേക്കും സ്നേഹത്തിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഈ പാത തിരഞ്ഞെടുത്തത് നമ്മൾ വലിയൊരു ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് DNA ബ്ലോക്കേജ് റിമൂവൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. ആദ്യമായി ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിയാ ബാബാജി നാഗരാജിനെ ഞാൻ വണങ്ങുകയാണ്. ആ ചൈതന്യമാണ് ഈ നിമിഷം നമ്മെ നയിക്കുന്നത്. ഈ വിദ്യ ലോകത്തിന് കൈമാറിയ മാസ്റ്റർ ടോബി അലക്സാണ്ടറെയും പവിത്രമായ ജിയോമെട്രിക് കോഡുകളുടെ സൃഷ്ടാവായ ഇവാൻ ഡെലോഫ്ലോറിനെയും ആദരവോടെ ഞാനിവിടെ സ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് വെറുമൊരു കാഴ്ചക്കാരനല്ല. ഭൂമിയുടെ വൈബ്രേഷൻ ഉയർത്താൻ നിയോഗിക്കപ്പെട്ട 1,44,000 ലൈറ്റ് വർക്കർമാരിൽ ഒരാളാകാൻ പോകുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളിലെ ക്രിസ്റ്റോസ് അവതാർ ബോധത്തിനെ ഞാൻ വന്ദിക്കുകയാണ്. ഇവിടെ പ്രതിപാദിച്ച 1,44,000 എന്ന സംഖ്യ ആത്മീയ ശാസ്ത്രത്തിലും പ്രപഞ്ച ഊർജതന്ത്രത്തിലും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ ഒരു കൃത്യമായ സംഖ്യ നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമെന്നത് ഊർജതന്ത്രത്തിലെ ഒരു തത്വമനുസരിച്ച് വലിയൊരു സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ആ സമൂഹത്തിലെ എല്ലാവരും മാറേണ്ടതില്ല. ആകെ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം, ഏകദേശം 1,44,000 പേർ ഒരു നിശ്ചിത ബോധതലത്തിലേക്ക് ഉയർന്നാൽ ആ ഊർജം ഭൂമിയിലെ ബാക്കിയുള്ള കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് തനിയെ പടരുമെന്നാണ് നിയമം. ഇതിനെയാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് വിളിക്കുന്നത്. ഈ 1,44,000 പേർ ഭൂമിയുടെ വൈബ്രേഷൻ ഉയർത്തുന്ന ഒരു ആന്റിന പോലെ പ്രവർത്തിക്കും. ഈ സംഖ്യ വെറുതെ ഉണ്ടായതല്ലോ, പ്രപഞ്ചത്തിന്റെ പവിത്രമായ ഗണിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണിത്. അതുപോലെ 12 എന്ന സംഖ്യയും DNA സ്റ്റാൻഡുകളുടെയും പ്രപഞ്ച നിയമങ്ങളുടെയും അടിസ്ഥാന സംഖ്യയാണ്. ആത്മീയ ചരിത്രമനുസരിച്ച് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ പരിവർത്തനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 12 ഗോത്രങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ 12 ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്നും 12,000 പേർ വീതം തിരഞ്ഞെടുക്കപ്പെടും. ഇവിടെ 12,000 പേർ എന്നത് ഒരു ഗോത്രത്തിൽ നിന്ന് ഉണർത്തപ്പെടേണ്ട ആത്മാക്കളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്.
അങ്ങനെ 12 × 12,000 ചേരുമ്പോഴാണ് 1,44,000 ആകുന്നത്. 12 ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ഊർജ കേന്ദ്രങ്ങളുടെ പൂർണ്ണതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലും മറ്റ് പുരാതനമായ ആത്മീയ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ സംഖ്യയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഭൂമിയിലെ അസെൻഷൻ കാലഘട്ടത്ത് മനുഷ്യരാശിയെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആത്മാക്കളുടെ എണ്ണമാണിത്. നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റും ക്രിസ്റ്റലൈൻ ഗ്രിഡ് എന്നൊരു ഊർജ വലയമുണ്ട്. ഈ വലയത്തെ സജീവമാക്കാൻ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള മനുഷ്യരുടെ സാന്നിധ്യം ആവശ്യമാണ്. ഈ 1,44,000 പ്രകാശവാഹകർ ഒരേ സമയം തങ്ങളുടെ DNA ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഭൂമിയുടെ ഈ ഊർജ ശൃംഖല പൂർണ്ണമായും ഉണരുകയും അതുവഴി ഭൂമിയിലെ നെഗറ്റീവ് ഊർജങ്ങളെ പുറന്തള്ളി പുതിയൊരു സുവർണ യുഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ 1,44,000 പേരിൽ DNA ആക്ടിവേഷൻ നടക്കുമ്പോൾ അതുവഴി പുറത്തുവരുന്ന ഊർജം മറ്റുള്ളവരുടെ DNA കൂടി സ്വാധീനിക്കാൻ തുടങ്ങും. ഈ ഒരു പ്രത്യേക സംഖ്യയിലെ മനുഷ്യർ തങ്ങളുടെ ക്രിസ്റ്റോസ് അവതാർബോധം വീണ്ടെടുക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള DNA പരിണാമത്തിന് കാരണമാകും. ചുരുക്കി പറഞ്ഞാൽ ഈ 1,44,000 എന്നത് ഭൂമിയുടെയും മനുഷ്യരുടെയും ബോധതലം ഉയർത്താൻ ആവശ്യമായ മിനിമം കോട്ടയാണ്. ഈ പരിശീലനത്തിലൂടെ നാം സ്വയം ഉണരുമ്പോൾ 1,44,000 പേരിൽ ഒരാളാകാനുള്ള പവിത്രമായ നിയോഗത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇവിടെ നമ്മുടെ ദൗത്യം എന്നത് കേവലം ഒരു മെഡിറ്റേഷൻ പഠിക്കലല്ല, മറിച്ച് മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ യഥാർത്ഥ സോഫ്റ്റ്വെയറിനെ റീഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. നമ്മുടെ എല്ലാം പൂർവികർക്ക് 12 സ്ട്രാൻഡ് DNA-യും സജീവമായിരുന്നു. അവർക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനോടും നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞിരുന്നു. സ്വയം സുഖപ്പെടുത്തുവാനും ടെലിപ്പതിയിലൂടെ ആശയവിനിമയം നടത്താനുമെല്ലാം അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ കാലക്രമേണയായി ഉണ്ടായ ഊർജപരമായ അധിനിവേശങ്ങളും ഭയത്താലുണ്ടാവുന്ന കുറഞ്ഞ ഫ്രീക്വൻസിയും കാരണം ഈ സ്ട്രാൻഡുകളിൽ 10 നിഷ്ക്രിയമായി പോയി. ശാസ്ത്രം ഇതിനെ ജങ്ക് DNA എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ ദൗത്യം എന്നത് ഈ 10 സ്ട്രാൻഡുകളെയും വീണ്ടും ഉണർത്തുക എന്നതാണ്. 2 അല്ലെങ്കിൽ 3 സ്ട്രാൻഡുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പരിമിതനാണ്. എന്നാൽ 12 സ്ട്രാൻഡുകൾ ഉണർന്ന ഒരു മനുഷ്യൻ ഒരു കോസ്മിക് മാസ്റ്റർ ലെവലിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ DNA വികലമായപ്പോഴാണ് നമ്മുടെ ആത്മീയമായ അറിവുകളെല്ലാം നമ്മിൽ നിന്നും മറഞ്ഞു പോയത്. നമ്മൾ ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നമുക്കറിയില്ല. ഈ അജ്ഞതയാണ് നമ്മെ ഭയത്തിലും പിരിമുറുക്കത്തിലും തളച്ചിടുന്നത്. ഇവിടെ നമ്മുടെ ദൗത്യം എന്നത് ഈ തിരശീലയെ മാറ്റുക എന്നതുകൂടിയാണ്. നമ്മിലെ DNA ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അറിവിനായി നമുക്ക് പുറത്തന്വേഷിക്കേണ്ടി വരില്ല. പ്രപഞ്ചത്തിലെ അനന്തമായ ജ്ഞാനങ്ങളെല്ലാം തന്നെ നേരിട്ട് നമ്മുടെ ബോധത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. ഈ ഉണർവിനെയാണ് ക്രിസ്റ്റോസ് അവതാർ ബോധം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഉന്നതാത്മാവ് ആകാശത്തെവിടെയോ ഉള്ള ഒന്നാണെന്നാണ്. ആ ഉന്നത ചൈതന്യത്തെ നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് കൊണ്ടുവരിക എന്നതും കൂടി നമ്മുടെ ദൗത്യത്തിലുണ്ട്. നമ്മുടെ DNA തന്തുക്കൾ ഉണരുമ്പോൾ ഉയർന്ന ഫ്രീക്വൻസികൾ താങ്ങാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണരൂപമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മൾ ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്യാനാണോ വന്നത് അത് തിരിച്ചറിയാൻ നമുക്ക് ഈ ഉണർവ് അനിവാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കുടുംബം ഉണരും, നമ്മുടെ സമൂഹം ഉണരും, അവസാനം ഈ ഭൂമി തന്നെ ഉണർന്നെഴുന്നേൽക്കും. ഈ 1,44,000 പ്രകാശവാഹകരിൽ ഒരാളായി സ്വയം മാറുന്നതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുകയാണ്.
നമ്മളിനി ഇവിടെ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രവും ആത്മീയതയും ഒന്നുചേരുന്ന അതിമനോഹരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ശാസ്ത്രം പറയുന്ന DNA-യും നമ്മൾ സംസാരിക്കുന്ന 12 സ്ട്രാൻഡുകളും തമ്മിലുള്ള ബന്ധമെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ഒരു ആധുനിക മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കാം. ആ ഫോണിൽ ആയിരക്കണക്കിന് ഫീച്ചറുകളും ആപ്പുകളും ഉണ്ടെങ്കിലും നമ്മൾ വെറും കോൾ ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോണിന്റെ വലിയൊരു ഭാഗം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ DNA. ആധുനിക ശാസ്ത്രം നമ്മുടെ ശരീരത്തെ പരിശോധിക്കുമ്പോൾ DNA-യിൽ വെറും 3% മാത്രമേ പ്രവർത്തിക്കുന്നതായി കാണുന്നുള്ളൂ. ബാക്കിയുള്ളതിനെ ശാസ്ത്രജ്ഞർ ജങ്ക് DNA അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ എന്ന് വിളിച്ചു. എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അവയൊന്നും പാഴ്വസ്തുക്കളല്ല. അവ നമുക്കുള്ളിലെ അത്ഭുതകരമായ കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ലൈബ്രറിയാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും നമ്മുടെ പൂർവികരുടെ ജ്ഞാനവും അത്ഭുതകരമായ രോഗശാന്തിക്കുള്ള കഴിവുകളെല്ലാം ആ 97% അടങ്ങിയിരിക്കുന്നത്. അത് നിലവിൽ ലോക്ക് ചെയ്ത അവസ്ഥയിലുമാണ്. ഈ ലോക്ക് ചെയ്ത ഭാഗങ്ങളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജത്തെ കടത്തിവിട്ട് അവയെ ഓരോന്നായി തുറക്കുന്ന പ്രക്രിയയാണ് DNA ആക്ടിവേഷൻ എന്നത്. നമുക്കുള്ളിലെ ഈ ഊർജ കേന്ദ്രങ്ങളിലേക്ക് വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ ഇത്രയും കാലം പ്രവർത്തിക്കാതിരുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് പോലെ നമ്മുടെ ആത്മീയ കഴിവുകൾ ഉണരാൻ തുടങ്ങും. നമ്മുടെ ഭൂമി ഇപ്പോൾ ഒരു വലിയ ഊർജ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ, ഓരോ 26,500 വർഷത്തിലൊരിക്കൽ ഇത്തരമൊരു മാറ്റത്തിന് വിധേയമാകാറുണ്ട്. ഈ സമയത്ത് ഭൂമിയുടെ ഫ്രീക്വൻസി അഥവാ തരംഗ ദൈർഘ്യം ഉയരുകയാണ് ചെയ്യുക. ഭൂമിയോടൊപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ DNA-യിലെ 12 സ്ട്രാൻഡുകളിൽ കുറഞ്ഞത് 4 ഉണർന്നിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മുടെ ശരീരത്തിന് കരുത്തുണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ അറിവുകൾ നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് ഈ വലിയ പരിവർത്തനത്തിന്റെ ഭാഗമാകാൻ പ്രപഞ്ചം തിരഞ്ഞെടുത്ത ഭാഗ്യശാലികളായ ആത്മാക്കളിൽ ഒരാളാണ് നിങ്ങൾ. നമുക്കുള്ളിലെ ദിവ്യപ്രകാശത്തെ ഉണർത്താൻ സമയമായിരിക്കുകയാണ്. ഈ യാത്രയിലൂടെ നമ്മുടെ DNA ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ വെറുമൊരു ശാരീരിക ജീവിയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായ ഒരു പ്രകാശ രൂപമാണെന്ന് നമ്മൾ തിരിച്ചറിയും. നമുക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ശക്തികളെ ഉണർത്താൻ പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ശുദ്ധമായ ഒരു പാത്രത്തിലേക്ക് ശുദ്ധജലം പകരാൻ കഴിയൂ, അല്ലേ? നമ്മുടെ ഈ ശരീരം ആ ദിവ്യപ്രകാശത്തെ ഉൾക്കൊള്ളേണ്ട ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ അഴുക്കുകളുണ്ടെങ്കിൽ നാം എത്ര വലിയ ഊർജം സ്വീകരിച്ചാലും അത് നമ്മിൽ നിലനിൽക്കില്ല, ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ DNA ആക്ടിവേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചില പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. മഹാദീക്ഷ ധ്യാനത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഊർജ്ജവലയത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും തലമുറകളായി നമ്മുടെ കോശങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന നെഗറ്റീവ് മുദ്രകൾ അല്ലെങ്കിൽ പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കാൻ അനുവദിക്കാത്ത ആ പഴയ ലോക്കുകളെയും നമ്മൾ അഴിച്ചുമാറ്റി. ഈ തടസ്സങ്ങൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ദ്രാവക രൂപത്തിലുള്ള സുവർണ പ്രകാശം, അതായത് ഗോൾഡൻ ലിക്വിഡ് ലൈറ്റ്, നമ്മുടെ കോശങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. തടസ്സങ്ങൾ നിറഞ്ഞ പൈപ്പിലൂടെ വെള്ളം ഒഴുകാത്തതുപോലെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈ പ്രകാശത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ പ്രക്രിയയിൽ നമ്മെ സഹായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോഡ് ഓഫ് അബ്സല്യൂട്ട് ഹാർമോണിക് കോഡുകളാണെന്ന അതീവ ശക്തിയുള്ള ജിയോമെട്രിക് സിംബലുകളാണ്. ഇവോൺ ഡെലോഫ്ലോർ എന്ന മാസ്റ്റർ പ്രപഞ്ചത്തിന്റെ ഉന്നത ബോധത്തിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച അതീവ ഫ്രീക്വൻസിയുള്ള കോഡുകളാണിവ.
ഈ പവിത്രമായ കോഡുകൾ നമ്മുടെ DNA-യിൽ പൂട്ടിക്കിടക്കുന്ന വാതിലുകൾ തുറക്കുവാനുള്ള ഒരു മാസ്റ്റർ കീ പോലെ പ്രവർത്തിക്കും. ഇവ നമ്മുടെ ഉപബോധ മനസ്സിലെ ആഴത്തിലുള്ള ലോക്കുകളെ തുറക്കുകയും പ്രകാശത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. നമ്മുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങളുടെയും ചിഹ്നങ്ങളുടെയും ഭാഷയാണ് വേഗത്തിൽ മനസ്സിലാവുക. അതുകൊണ്ട് ഇതുവരെയുള്ള ഘട്ടങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ദയവായി അവ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ആക്ടിവേഷൻ തുടരാവൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരിപൂർണമായ ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. നമ്മുടെ ശരീരം ആ സുവർണ പ്രകാശത്തെ സ്വീകരിക്കാൻ പോകുന്നൊരു പുണ്യക്ഷേത്രമായി മാറുകയാണ്. നമുക്കിവിടെ നമ്മെ പൂർണ്ണമായും ഈ പ്രകാശത്തിന് സമർപ്പിക്കാം. ഇത് വൈദ്യശാസ്ത്രത്തിന് പകരമല്ലട്ടോ, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ ശാസ്ത്രമാണ്. ക്രിസ്റ്റോസ് അവതാർ ബോധം നമ്മെ പൊതിയട്ടെ. നമ്മളിനി ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഇത് അർഹതയുള്ളവർക്ക് മാത്രം കൈമാറേണ്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു വിദ്യ ആയതുകൊണ്ടാണത്. ഈ വിദ്യ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിന് ചുറ്റും കോടിക്കണക്കിന് ഊർജ തരംഗങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ഹയർ സെൽഫ് നമ്മോട് സംസാരിക്കുന്നത് ആ ഊർജ തരംഗത്തിലൂടെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ബഹളങ്ങൾ കാരണം ഈ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാറില്ല. ഈ വിദ്യ നമ്മുടെ ശരീരത്തെ ഒരു ആത്മീയ റിസീവറാക്കി മാറ്റുകയാണ്. നമ്മുടെ ഹയർ സെൽഫിനോട് നമുക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ നിമിഷം തന്നെ ശരീരത്തിലൂടെ മറുപടി സ്വീകരിക്കുവാനും ഇത് നമ്മളെ പ്രാപ്തരാക്കും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കിയാൽ നമ്മുടെ നാഡീവ്യൂഹവും ഉപബോധ മനസ്സും പ്രപഞ്ചത്തിലെ ക്വാണ്ടം ഫീൽഡുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഹയർ സെൽഫ് നൽകുന്ന മറുപടി ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി നമ്മുടെ പേശികളിലേക്ക് എത്തും. ഈ സിഗ്നലിനെ നമ്മുടെ ഇടത് കൈവിളയിലൂടെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു റേഡിയോ സ്റ്റേഷൻ കൃത്യമായി ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് ഈ പ്രക്രിയ. ഈ വിദ്യയ്ക്ക് അതീവ രഹസ്യ സ്വഭാവമുണ്ട്. കാരണം തെറ്റായ കൈകളിൽ ഇത് എത്തുന്നത് ഇതിന്റെ പവിത്രതയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ പരിശീലന ക്രമങ്ങളും കമാൻഡുകളും ഇവിടെ ഞാൻ പരസ്യമായി നൽകുന്നില്ല. പകരം ഈ ജ്ഞാനത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇതെടുത്ത് പഠിക്കുന്ന പാഠിതാക്കൾക്ക് മാത്രമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഒരു വഴികാട്ടിയായി ഈ വിദ്യ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.